അങ്ങനെ ഞാനും വീണ്ടും വന്നു. ഇന്നെനിക്കൊരു അനുഭവം ഉണ്ടായി. അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളെവിടെ താമസിക്കണേ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ, അതുപോലെ ചോദിച്ചു. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണേ, ഹസ്ബൻഡുമായിട്ട് മക്കളോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവൾ മോൻ്റെ കൂടെയാണല്ലോ താമസിക്കേണ്ടത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനും ഇക്കായും വേറെ, പിള്ളേരും വേറെയാണ്, മോള് വേറെ താമസിക്കുന്നു, മോനും വേറെ താമസിക്കുന്നു. അതുകൊണ്ട് മോൻ എപ്പോഴും എൻ്റെ അടുത്ത് വരും, ഞങ്ങളും പോവും, സന്തോഷമായിട്ടിരിക്കുന്നു. അവർ ജീവിക്കട്ടെ, അവരെ നമ്മളായിട്ട് ജീവിക്കാതെ അനുവദിക്കാതിരിക്കണ്ട. അപ്പോൾ നമുക്ക് ആ സ്നേഹം എന്നും നിലനിന്ന് പോകും എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, സത്യമാണ് അവർ പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണെങ്കിലും, എങ്ങനെയൊക്കെ വളർത്തിയ മക്കളാണെങ്കിലും, അവർക്ക് നമ്മളതൊന്നും പറഞ്ഞാലും അവർ കണക്കിലെടുക്കില്ല, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളില്ല. അതൊക്കെ നിങ്ങളുടെ കടമയായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. എൻ്റെയും കൂടി അനുഭവം കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ, മക്കൾ വലുതായി കഴിഞ്ഞാൽ, നമുക്ക് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് മക്കളുമായി അവർ വേറെ താമസിക്കേണ്ട ഒരു സമയമായി കഴിയുമ്പോൾ അവർക്ക് തോന്നുവാണ് വേറെ താമസിക്കണമെന്ന് തോന്നി പോയിട്ടില്ലെങ്കിൽ പോലും അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ അവരെ വേറെ മാറ്റണം.